ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ അമ്മായിക്കൊന്നും വയ്യട്ടോ, വലിയമ്മായിക്ക് തീരെ വയ്യ. അപ്പോൾ ഇന്ന് ഫുള്ള് വർക്ക് നമുക്കാണ്. എന്നാലും അമ്മായി എണീച്ചിട്ടുണ്ട്. രാവിലെ കുറച്ച് പൊടിയരി കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചപ്പോൾ ഒന്ന് എണീച്ചിരിക്കുന്നു. അമ്മായിക്ക് ചെറുതായിട്ട് തലകറക്കവും ഛർദിയൊക്കെ ആയതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മ കിടക്കുകയാണ് മരുന്നൊക്കെ കുടിച്ചിട്ട് ക്ഷീണമായിട്ട്. അപ്പോൾ ധനിബാബ ഉറങ്ങുക കേട്ടോ. അതാണ് ഞാൻ മെല്ലെ സംസാരിക്കണത്. ഇപ്പോൾ കറിക്ക് കേട്ടോ പരിപ്പ്, ഇന്ന് സാമ്പാറാണ് വെക്കുന്നത്. പരിപ്പൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറൊക്കെ കഴുകിയിട്ട് വേഗം കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാട്ടോ ഞാൻ സാമ്പാറിനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കറിൽ പരിപ്പൊക്കെ കഴുകിയിട്ടിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടെല്ലാം കഴുകി ആക്കുക കേട്ടോ. ഇനി രാശേട്ടൻ വരുമ്പോഴത്തേനാണ് കറി ആക്കണം. രാശേട്ടൻ പിന്നെ സാധാ കറിയൊന്നും കഴിക്കില്ല. പിന്നെ എന്തെങ്കിലും കുറുന്നനെ തേങ്ങയൊക്കെ അരച്ചിട്ട് ഒക്കെ കഴിക്കുള്ളൂ. അപ്പോൾ നല്ല ഒരു നേരമൊക്കെ വന്നിട്ട് കുറച്ച് ചോറ് ഉണ്ണുള്ളൂ, ഒരു കയ്യിൽ ചോറൊക്കെ ഉണ്ണുള്ളൂ. അപ്പോൾ അത് നല്ല കറിയൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ രാത്രി ഒന്നും വയറ് നിറച്ചും കഴിക്കൂല, ചോറൊന്നുമില്ല. അപ്പോൾ ഒരു നേരം നല്ല ഭക്ഷണമൊക്കെ കഴിക്കുള്ളൂ. പകലാണെങ്കിലും വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഓട്ടം പോയിട്ട് വേറെ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ വെറും വയറ്റോടെ നടക്കും. എന്നിട്ട് വൈകുന്നേരം വന്ന് ചിലപ്പോൾ ചോറ് വേണ്ടേ, എനിക്കൊരു ഗ്ലാസ് കാപ്പി മതി എന്ന് പറയും. അപ്പോൾ അമ്മ എപ്പോഴും എന്നോട് അങ്ങനെ പറയും കേട്ടോ. ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കണം, അത് അവർക്കൊരു സന്തോഷമാണ്. അങ്ങനെ എങ്ങനെയെന്നൊക്കെ അമ്മ പറഞ്ഞു തരും ഞങ്ങൾക്ക്. അപ്പോൾ അമ്മായിനെ രാവിലെ ഇന്നിപ്പോൾ ഛർദിയും ഒക്കെ ആയതുകൊണ്ട് അമ്മായിനെ രാവിലെ ഏട്ടൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നു കേട്ടോ. മരുന്നൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പൊടിയരി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ ആ പൊടിയരി കുക്കറിലൊക്കെ ഇട്ട് ഞാൻ കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ അതൊക്കെ കുടിച്ചിട്ടാണ് അമ്മായി കിടക്കായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഒന്ന് നീച്ചിരുന്നു കേട്ടോ. തീരെ വയ്യ അമ്മായിക്ക്. അല്ലെങ്കിൽ എല്ലാ ജോലിയും ചെയ്യാനൊക്കെ കൂടുന്നതാണ്. ഇപ്പോൾ ഞാൻ വരുന്നവരെയൊക്കെ അമ്മായി തന്നെയായിരുന്നു എല്ലാ ജോലിയും. പിന്നെ രാവിലെ നൈറ്റൊക്കെ ആണെങ്കിൽ വലിയേട്ടനും ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങളൊരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറടുപ്പത്തിടുള്ളൂ കേട്ടോ. കറിയൊക്കെ തലേദിവസം വെച്ചത് കുറച്ച് ഏട്ടനായിട്ട് മാറ്റി വയ്ക്കും, ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതാ കുക്കറിൽ ഒക്കെ പരിപ്പ് 2-3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ടാണ് ഇടുന്നത് കേട്ടോ. പിന്നെ അവിടെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ പിന്നെ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഗ്യാസ് വെച്ച അവിടെ സൗകര്യമൊന്നുമില്ല. ഒരു പലകയിലാണ് ഗ്യാസൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അത് ഇറക്കി വാങ്ങി വെക്കാനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ടേ. അപ്പം ഞാനിതവിടെ ഹാളിലല്ല, നമ്മൾ ഡൈനിങ് ഹാള് പറയില്ല, അതിൽ ചെറിയൊരു മുറിയാണ്. അതിലൊരു മേശട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലെ കൊണ്ടുവന്നിട്ടൊക്കെ കറിക്കൊക്കെ അരിയാണ്, അരിഞ്ഞതും വെച്ചതൊക്കെ. അതിൻ്റെ ഇടയിൽ കുട്ടിയെ കുളിപ്പിച്ചു കേട്ടോ. അവളെ കുളിപ്പിക്കണം. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞ് അവൾക്ക് ചോറൂണാണ്. അപ്പോൾ അത് ചോറൂണിന് പോകാനുള്ള തിരക്ക്. കുട്ടീനെ ഒന്ന് മാറ്റി പിടിക്കാനും അതിനൊന്നും ആളില്ലാത്തതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട്, ഭയങ്കര ടെൻഷന്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് അവൾ അപ്പിയിട്ടുണ്ടാവും, ചീച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കരയും. പിന്നെ അവൾക്ക് പാൽ കൊടുക്കാൻ നിൽക്കും. അങ്ങനെയായിട്ട് അങ്ങനെ ഓരോരോ സമയം പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പം ഞാനിത് അതിന് ശേഷമൊക്കെ കുക്കറിലൊക്കെ അതൊക്കെ അടുപ്പത്ത് വെച്ച് അരിയൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കേട്ടോ. അപ്പം അത് 2-3-4 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാട്ടോ ഒന്ന് ഇടുക. പിന്നെ ഏട്ടനൊക്കെ ചോറ് കൊണ്ടുപോകേണ്ടതല്ലേ. അപ്പോൾ രാവിലെയൊക്കെ നേരത്തെ നീക്കും, അമ്മായിമാരൊക്കെ നേരത്തെ നീക്കും കേട്ടോ. പക്ഷെ എന്നാലും ഏട്ടന് തലേ ദിവസം വെച്ചിട്ട് ഞങ്ങൾ ചോറൊക്കെ മാറ്റി വയ്ക്കാറാണ്. അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് ഇടാറ്. പിന്നെ രാവിലെ തിളപ്പിച്ചൂറ്റിയ ചോറൊക്കെ ഉണ്ടാവും കേട്ടോ കഴിക്കാനൊക്കെ. ഇപ്പോൾ കടിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ല. രാവിലെ ഈ കുട്ടിയുടെ അലക്കലും വെള്ളം വരാനൊക്കെ നേരം വഴുകല്ല, വെള്ളം നേരത്തെ വരും. അപ്പോൾ നമ്മൾ അലക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ പുഴ ഉണ്ട്, കുറച്ചങ്ങോട്ട് പോകണം. ഒറ്റയ്ക്കൊക്കെ പോകാൻ പേടിയാണ്. ഒറ്റയ്ക്കൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടേ ഇല്ല. പുഴ ഇവിടെ അടുത്താണ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പം നല്ല പുകയാണ്, പുകഞ്ഞിട്ടേ. പിന്നെ കുട്ടിയുടെ അടുത്തേക്കൊക്കെ പോട്ടോ. ഫ്രണ്ട് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്, അടുക്കള ഇങ്ങനെ ചായ്പ് പോലെ എടുത്തിരിക്കുക, അതും ഇങ്ങനെ ഷീറ്റ് ഇട്ടിരിക്കണം. അതുകൊണ്ട് ഭയങ്കര പുകയൊന്നും അധികം പുറത്ത് പോവുകയില്ല. അങ്ങനെ ചുറ്റി നിൽക്കും. കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ തികത്തുകയില്ല. പുക അകത്തേക്ക് പെട്ടാൽ പിന്നെ റൂമിലൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. കുട്ടിക്കൊക്കെ അവൾക്ക് ഉറങ്ങുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാട്ടോ. കുട്ടിക്ക് നല്ല പൊതുവെ നമുക്ക് എല്ലാവർക്കും നമ്മളവിടെ കിടക്കണവർക്കൊക്കെ കേട്ടോ. പുകയൊക്കെ രാവിലെ നേരത്തെയൊക്കെ ഇവർ നീച്ച് കത്തിക്കുമ്പോഴൊക്കെ പുക വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു.
അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ചോറും കറി ഒക്കെ ആയി കേട്ടോ. ഇന്ന് സ്പെഷ്യലൊന്നുമില്ല, കുറച്ച് പയറ് തോരനാണ് വെച്ചിരിക്കണത്. അതിൻ്റെ ഇടയിൽ ഇതാ ഏട്ടൻ വന്നു, കഴിച്ചു. ഒന്നുമില്ല കേട്ടോ ഒന്ന്. പിന്നെ അതാ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു 2 മണിയൊക്കെ ആയിട്ടോ കഴിച്ചപ്പോഴേക്ക്. പിന്നെ തലേദിവസത്തെ ഒരു ഉണക്കമീൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം വൈകി. ഏട്ടനെ വന്നു. ഏട്ടൻ വന്നപ്പോൾ കരയായിരുന്നു കേട്ടോ, അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ, സപ്പോർട്ട് ചെയ്തവരോട്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.